സിനിമാ മേഖലയിലെ നികുതി വെട്ടിപ്പ്, കള്ളപ്പണ ഇടപാടുകളിൽ പിടിമുറുക്കിയ ആദായ നികുതി വകുപ്പും ഇഡിയും കൂടുതൽ സിനിമാ വിതരണ കമ്പനികൾ നിരീക്ഷണത്തിൽ. ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ വിതരണക്കാരായ കൊച്ചി പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഫിലിംസിന്റെ ഓഫീസിൽ ഇന്നലെ ആദായ നികുതി വകുപ്പ് പരിശോധന നടന്നിരുന്നു. മഞ്ഞുമൽ ബോയ്സ് കള്ളപ്പണ കേസിലും ഇഡി അന്വേഷണം ഊർജിതമാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, സിനിമാ മേഖലയിലെ നികുതി വെട്ടിപ്പ്, കള്ളപ്പണ ഇടപാടുകളിൽ ആദായ നികുതി വകുപ്പും ഇഡിയും പിടിമുറുക്കുകയാണ്. സിനിമാ മേഖലയിൽ സിനിമാ നിർമ്മാണത്തിന് വേണ്ടി കള്ളപ്പണം ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ ഉയർന്നിരുന്നു. ഇതിലും ഇപ്പോൾ എന്തായാലും ഇഡിയും ആദായ നികുതി വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി വിവിധ നിർമ്മാണ കമ്പനികളുടെ ഓഫീസുകളിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധനയും നടന്നിരുന്നു, അല്ലേ? നിഖിൽ, ഇന്നലെയാണ് ഡ്രീം ബിഗ് ഫിലിംസിന്റെ ഓഫീസിൽ മണിക്കൂറുകൾ നീളുന്ന പരിശോധന ആദായ നികുതി വകുപ്പ് നടത്തിയത്. ഒപ്പം തന്നെ മറ്റ് 7 കേന്ദ്രങ്ങളിൽ കൂടി റെയ്ഡ് പരിശോധനകൾ നടന്നിരുന്നു. സോബിൻ ഷഹീറിന്റെ ഓഫീസിലടക്കമായിരുന്നു ഈ 7 കേന്ദ്രങ്ങളിൽ. പ്രധാനമായും ബിഗ് ബഡ്ജറ്റ് സിനിമകൾ കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുകയും കേരളത്തിൽ വലിയ പ്രദർശന വിജയം നേടുന്ന ചിത്രങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രദർശനത്തിന് എത്തിക്കുകയും ചെയ്യുന്ന നിരവധി വിതരണ കമ്പനികളുണ്ട്, വിതരണ ഏജൻസികളുണ്ട്. ഇവരുടെ എല്ലാം സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യതയില്ല എന്നത് സംബന്ധിച്ച പരാതികൾ നേരത്തെ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ആദായ നികുതി വകുപ്പ് ഇന്നലെ പരിശോധന നടത്തിയത്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഇൻകം ടാക്സ്, ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, ഒന്ന് സിനിമാ മേഖലയിലെ കള്ളപ്പണ ഇടപാടുകൾ, മറ്റൊന്ന് ഈ സിനിമാ മേഖലയിൽ വരുന്ന പണത്തിന്റെ ഉറവിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നൽകാതെ കബളിപ്പിക്കുന്ന ആദായ നികുതി വകുപ്പിനെ കബളിപ്പിച്ചുകൊണ്ട് ആദായ നികുതി തട്ടിപ്പുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെയുള്ള അന്വേഷണത്തിലേക്കാണ് പ്രധാനമായും കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി സബിൻ ഷാഹിറിനെയും പിതാവിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഈ സാമ്പത്തിക ഇടപാടുകളിൽ, അതായത് പല ആളുകളും കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി പണം കൈമാറിയിരുന്നത് ഇത്തരം നിർമ്മാതാക്കൾക്കായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം സിനിമയുടെ നിർമ്മാണത്തിനായിട്ട് പണം നൽകുന്നു. അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി സിനിമയെ കാണുന്ന നിരവധി ആളുകൾ ഉണ്ട്. അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുന്ന മാർഗമായി സിനിമ മാറിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു, മറുഭാഗത്ത് ആദായ നികുതി വെട്ടിപ്പും വലിയ തോതിൽ തന്നെ, അതായത് കളക്ഷൻ കുറച്ചു കാണിക്കുന്നു. സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തതയില്ലാത്ത രീതിയിൽ പല സാമ്പത്തിക ഇടപാടുകളും, കോടികളുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഈ വിതരണ കമ്പനികൾ അടക്കം നടത്തുന്നത്. കാരണം കളക്ഷൻ കോടികളുടെ കളക്ഷനാണ്. അത് കേരളത്തിലാണെങ്കിലും പുറത്ത് വിതരണത്തിന് കേരളത്തിലെ സിനിമകൾ എത്തിക്കുമ്പോഴാണെങ്കിലും എല്ലാം തന്നെ ലഭിക്കുന്നത്. സ്വാഭാവികമായും സർക്കാരിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് എത്തേണ്ട വലിയ ഒരു തുകയുടെ വെട്ടിപ്പാണ് അവിടെ പല ഭാഗത്തു നിന്നും നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ പേപ്പറുകളും ഇതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം സിനിമകളാണ് ഈ കമ്പനി വിതരണത്തിന് എത്തിച്ചിട്ടുള്ളത്. ഈ കമ്പനികളെല്ലാം തന്നെ പരിശോധന നടത്തിയത് 7 കേന്ദ്രങ്ങളിലാണ്. അതിലൊന്ന് മാത്രമാണ് ഡ്രീം ബിഗ് ഫിലിംസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് സോബിൻ ഷാഹിറുമായി ബന്ധപ്പെട്ട ഓഫീസാണ്. മറ്റു നിർമ്മാതാക്കൾ നേരത്തെ തന്നെ നിരീക്ഷണത്തിലാക്കിയ മറ്റു ചില നിർമ്മാതാക്കളുടെ ഓഫീസുകളിൽ കൂടി അന്വേഷണ സംഘം പരിശോധനയ്ക്ക് എത്തിയിരുന്നു. ഈ പരിശോധിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്ന് ഇൻകം ടാക്സ് വിഭാഗം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമായിട്ടായിരിക്കും മുന്നോട്ട് പോകുക. നേരത്തെ ചോദ്യം ചെയ്തവർക്കപ്പുറം മറ്റു ചില ആളുകളെ കൂടി കൂടുതൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനുണ്ട് എന്ന കാര്യം കൂടി അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ സിനിമാ മേഖലയിലെ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും സിനിമാ മേഖലയിലെ ആദായ നികുതി വെട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ശരി ജിജീഷ്, സിനിമാ മേഖലയിൽ നികുതി വെട്ടിപ്പ്, കള്ളപ്പണ ഇടപാടുകളിൽ പിടിമുറുക്കിയ ആദായ നികുതി വകുപ്പും ഇഡിയും കൂടുതൽ സിനിമാ വിതരണ കമ്പനികൾ നിരീക്ഷണത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട സിനിമാ നിർമ്മാണ കമ്പനികളുടെ ഓഫീസുകളിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടന്നിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.